ഇനി പത്തനംതിട്ടയിൽ CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. മന്ത്രി വീണ ജോർജ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചവരിൽ SFIക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയും. കേസിലെ 4ാം പ്രതിയായ കുമ്പഴ സ്വദേശി സുധീഷാണ് CPMലേക്ക് എത്തിയത്. പുതിയ വിവരം കൂടി പുറത്തു വന്നതോടെ മറ്റു പാർട്ടികളിൽ നിന്നും എത്തിയവരെ സ്വീകരിച്ചതിൽ CPM കൂടുതൽ പരിങ്ങലായി. ആദ്യം കാപ്പ കേസ്, പിന്നീട് കഞ്ചാവ് കേസ്, ഇപ്പോൾ SFIക്കാരെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസും. CPM പ്രതിച്ഛായ മോശപ്പെടുത്തിയ സംഭവമായി മാറിയിരിക്കുകയാണ് മലയാളപ്പുഴയിൽ നിന്നുള്ള യുവാക്കളുടെ പാർട്ടി പ്രവേശം. പോയ വർഷം നവംബർ 21 രാത്രിയാണ് SFIക്കാർക്കെതിരെ വധശ്രമമുണ്ടായത്. നഗരത്തോടു ചേർന്ന് വെട്ടിപ്പുറത്ത് രാത്രി 11:30-ക്കായിരുന്നു സംഭവം. നിതിൻ, ഋഷി, അഭിജിത്ത് എന്നിവർ ആക്രമിക്കപ്പെട്ട കേസിൽ സുധീഷ് 4ാം പ്രതിയാണ്. കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനാണ് ഈ കേസിലെ 1ാം പ്രതി. ശരൺ പിടിക്കപ്പെടുകയും ജാമ്യം നേടുകയും ചെയ്തിരുന്നു. എന്നാൽ സുധീഷ് ഒളിവിൽ കഴിയുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം. ഇങ്ങനെയിരിക്കെയാണ് പാർട്ടിയിലേക്ക് എത്തിയ സുധീഷ് അടക്കമുള്ളവർക്ക് മന്ത്രിയുടെ വക രക്തഹാരം കിട്ടിയത്. ഏത് ക്രിമിനലിനും വേഗത്തിൽ കടന്നു ചെല്ലാവുന്ന പാർട്ടിയായി CPM മാറിയെന്നാണ് കോൺഗ്രസ് ആക്ഷേപം. ഈ പ്രതികളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ആ പാർട്ടിയിൽ പ്രവർത്തന പരിചയമില്ലാത്ത വീണ ജോർജിനെ, എത്രയോ രാഷ്ട്രീയ പ്രതിരോധികളെ കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ ജോർജിനെ ഉപകരണമാക്കുന്നു. വീണ ജോർജ് അന്തസ്സുള്ള മന്ത്രിയാണെങ്കിൽ ഈ ഏറ്റവും ഗുരുതരമായ കുറ്റം ചെയ്ത വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെച്ച് ഈ രാജ്യത്തിന് മാതൃകയാകണം. ഗുണ്ടാലഹരി സംഘങ്ങളെ സംരക്ഷിക്കുന്ന മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. വീണ ജോർജിന്റെ പത്തനംതിട്ട ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് പോലീസ് തടഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.